ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ രണ്ട് തരം ക്ലോസറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ഫ്ലഷ് ടാങ്കും ഒരുമിച്ച് പിടിപ്പിച്ച് വരുന്ന ടൈപ്പ് ക്ലോസറ്റുകൾ. ഈ ക്ലോസറ്റുകൾ നമ്മളുടെ ഫ്ലോറിലാണ് മൗണ്ട് ചെയ്യുന്നത്. അത് ഫ്ലോറിൽ മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനടിയിലൊക്കെ ക്ലീനിങ് ഒക്കെ പാടായതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജികളായിട്ടുള്ള പല ടൈപ്പിലുള്ള ക്ലോസറ്റുകളും വരുന്നുണ്ട്. ഫ്ലോറിൽ പിടിപ്പിക്കേണ്ട തരത്തിലുള്ള ക്ലോസറ്റുകളാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് സിംഗിൾ പീസ് എന്ന് പറയുന്ന മോഡലുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ മോഡലുകൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് അധികം വളവോ തിരിവോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒന്നും എടുക്കാതിരിക്കുക. വളരെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഇനി അതിന് രണ്ട് ട്രാപ്പുകൾ കിട്ടും, ഒന്ന് പി ട്രാപ്പെന്നും ഒന്ന് എസ് ട്രാപ്പെന്നും. അപ്പോൾ ഭിത്തിയിൽ കൂടെ പുറത്തേക്ക് പിടിപ്പിക്കാനായി പൈപ്പൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പി ട്രാപ്പ് വയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലോറിൽ കൂടെയാണ് പൈപ്പ് വരുന്നതെങ്കിൽ നമുക്ക് എസ് ട്രാപ്പും വയ്ക്കാം. അപ്പോൾ ഈ ടൈപ്പ് വരുമ്പോഴത്തേക്ക് ആവറേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6000 രൂപ 8000 രൂപ മുതൽ ഒരു 15000 രൂപ വരെ ഉള്ള നല്ല ക്ലോസറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സെറ, ജാഗ്വാർ അങ്ങനെയുള്ള പല ക്ലോസറ്റ് കമ്പനികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കമ്പനികളും ഈ പറയുന്ന ക്ലോസറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ പീസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതിനേക്കാളും കൂടിയത് 20000 25000 ഒക്കെ വിലയുള്ള ക്ലോസറ്റുകളും നമുക്ക് ഇതേ മോഡലിൽ തന്നെ അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ MRP ആണ് പറയുന്നതെങ്കിലും കമ്പനി കടകൾ വഴി ഡിസ്ട്രിബ്യൂട്ടർ വഴി നമുക്ക് തരുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമുക്കൊരു ചെറിയ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ചിലപ്പോൾ ചില ഡിസ്കൗണ്ട് തരുന്ന 10% മുതൽ ചിലപ്പോൾ ഒരു 15-20% വരെയൊക്കെ ഡിസ്കൗണ്ട് തരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരെ കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ പീസാണ് വേണ്ടതെങ്കിൽ സിംഗിൾ പീസ് വാങ്ങി വയ്ക്കാം. ഇനി രണ്ടാമത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് വാൾ മൗണ്ട് എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വാൾ മൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തറയിൽ മുട്ടിയിട്ടില്ല, ഭിത്തിയിൽ നേരിട്ട് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഭിത്തിയിൽ നേരിട്ട് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ താഴത്തെ ഭാഗമൊക്കെ വളരെ ക്ലീൻ ആയിരിക്കും, അല്ല ഫ്ലോർ നമുക്ക് വളരെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റും എന്നത് തന്നെയാണ് ഈ പറയുന്ന മോഡലിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വാളിലേക്ക് ഹാങ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വാൾ മൗണ്ട് അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് എന്ന് പറയുന്ന ടൈപ്പ്. അപ്പോൾ ഇതിന് ചില ക്ലോസറ്റുകൾക്ക് ഇതിന്മേൽ തന്നെ ഫ്ലഷ് വരുന്ന ടൈപ്പ് ഉണ്ട്. അല്ലാത്ത ചില ക്ലോസറ്റുകൾക്ക് നമ്മൾ കൺസീൽഡ് ഫ്ലഷ് എന്ന് പറയുന്ന മോഡൽ ഫ്ലഷുകൾ ഭിത്തിക്കുള്ളിൽ വെക്കുന്ന ഫ്ലഷുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബാത്റൂമിനെ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. കാരണം ഞാൻ ആകെ 2 ബട്ടൺ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ ബട്ടൺ മാത്രം കാണുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ബട്ടണുകളും അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ പറയുന്ന വാൾ മൗണ്ടിനുണ്ട്. അപ്പോൾ അത് പിടിപ്പിക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ആ ക്ലോസറ്റുകൾ ആൾക്കാർ എടുക്കുമ്പം കൂടുതൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഫ്ലോർ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഭാഗത്ത് വേണമെങ്കിലും പിടിപ്പിക്കാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്ലോർ മൗണ്ട് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലും വേണമെങ്കിൽ ഈ പറയുന്ന ക്ലോസറ്റുകൾ നമുക്ക് അല്ലെങ്കിൽ വാൾ മൗണ്ട് ക്ലോസറ്റുകൾ നമുക്ക് പിടിപ്പിക്കാനുള്ള സൊല്യൂഷൻസ് നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കമ്പനി തന്നിരിക്കുന്ന അളവുകളിൽ നിന്ന് വ്യത്യസ്തം വരുത്താൻ പാടില്ല. കമ്പനികളിൽ നിന്ന് അവർ കുറേ അളവുകളുള്ള പേപ്പറുകളും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടാവും. അതെല്ലാം വെച്ച് ഇതിൻ്റെ പൈപ്പുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ക്ലോസറ്റുകളൊക്കെ കൃത്യമായിട്ട് വാളിൽ ഹാങ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസറ്റ് വാങ്ങി അത് പിടിപ്പിക്കുന്ന കണ്ടീഷനിൽ വളരെ കൃത്യതയുള്ള ഒരു പ്ലംബർ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. പൈപ്പെല്ലാം പിടിപ്പിച്ചതിന് ശേഷം കമ്പനിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് ക്ലോസറ്റ് സെറ്റ് ചെയ്തൊക്കെ തരും. അപ്പോൾ അങ്ങനെ അവർക്ക് ചെയ്യണമെങ്കിൽ പോലും ഇതിൻ്റെ അളവുകളെല്ലാം വളരെ കൃത്യമായിരിക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ കൺസീൽഡ് ഫ്ലഷ് എന്ന് പറയുന്ന സാധനം. കൺസീൽഡ് ഫ്ലഷ് പിടിപ്പിക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തിരുന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ പറയുന്ന എക്സ്പോസ്ഡ് പാർട്ട് അഥവാ ബട്ടൺ എന്ന് പറയുന്ന ഭാഗം വളരെ കൃത്യമായിട്ട് നമുക്ക് പിടിപ്പിച്ച് വയ്ക്കാനും അത് ടൈലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ലാതെ വളരെ കൃത്യമായി ഇരിക്കാനും നമ്മളെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പറയുന്ന ഫിറ്റിങ്സുകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന വാൾ മൗണ്ട് ക്ലോസറ്റുകൾക്കും ഇതുപോലെ തന്നെ ഒരു 7000 മുതൽ ഒരു 15000 റേഞ്ച് വരെയുള്ള പല വിലകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലേത് മോഡലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നല്ല മോഡലുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്ലഷിംഗ് സിസ്റ്റവും ഒക്കെ ഉള്ള നല്ല മോഡലുകളൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ നമ്മുടെ ക്ലോസറ്റും ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ഏരിയയും നമ്മുടെ ബാത്റൂം ഏരിയയെല്ലാം നല്ല വൃത്തിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാനും അതുപോലെ വൃത്തിയായിട്ട് ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ സെറ മാത്രമല്ല, സെറ, ജാഗ്വാർ, ഗ്രോഹെ പോലുള്ള ഇഷ്ടംപോലെ കമ്പനികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ വിലയ്ക്ക് അനുസരിച്ച് നമുക്ക് ഏതൊക്കെ കമ്പനികളാണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതനുസരിച്ച് നമുക്ക് വാങ്ങാം. ഒരു ജനറലായിട്ട് എല്ലാവരും വാങ്ങുന്നത് സെറ അല്ലെങ്കിൽ ജാഗ്വാർ, ഹിന്ദ് പാരിവെയർ പോലുള്ള ചില കമ്പനികളാണ്. അതുകൂടാതെ സാധാരണ കുറേ കമ്പനികളും വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. 100 കണക്കിന് കമ്പനികൾ അവൈലബിൾ ആണ്.
അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രോഹെ അതുപോലെയുള്ള കുറച്ച് ഹൈ എൻഡ് കമ്പനികളിലേക്ക് വരുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ വില കൂടുതലാണ്. ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സെറയുടെ തന്നെ സെനേറ്റർ എന്ന് പറയുന്നൊരു മോഡലുണ്ട്. അങ്ങനെ പല കമ്പനികളും പല സാധനങ്ങളും ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് വാങ്ങാം. പക്ഷേ ഒരു ജനറലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു 7000 മുതൽ 15000 20,000 റേഞ്ച് വരെയൊക്കെ വരുന്ന സാധാരണ ക്ലോസറ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ക്ലോസറ്റുകൾക്ക് നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഉള്ള ആൾക്കാർ നമുക്കൊരു ചെറിയ ഡിസ്കൗണ്ടും ഒക്കെ തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയെക്കാളും വില കുറച്ച് നമുക്ക് ഈ പറയുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ ക്ലോസറ്റുകൾ രണ്ടും തിരഞ്ഞെടുക്കുമ്പോഴേ ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, നമ്മളുടെ ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഏത് തരം ക്ലോസറ്റാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലംബർക്കും നമ്മളുടെ എഞ്ചിനീയർക്കും എല്ലാവർക്കും ഇതൊരു സൗകര്യമായിരിക്കും. ഇത് പർച്ചേസ് ചെയ്യാനും എല്ലാം നേരത്തെ തന്നെ ചെയ്തു വയ്ക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം വളരെ വ്യക്തമായിട്ട് ഫിറ്റ് ചെയ്യാനും യാതൊരു എററും കൂടാതെ ഇതിനെ നല്ല ക്ലിയർ ആയിട്ട് വാൾ ഹാങ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ വാൾ ഹാങ്ങർ എന്ന് പറയുന്ന ക്ലോസറ്റുകൾ അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് വെറുതെയാണ്. അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുമില്ല. അത് ഒടിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. ഓവർ വെയിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് ഭിത്തിയിൽ നിന്ന് അടന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഫിറ്റിങ്സുകളെല്ലാം വളരെ കൃത്യമായി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഒരു സാധാരണ ഒരു ക്ലോസറ്റൊന്നും ഈ പറയുന്ന വാൾ ഹാങ്ങിങ് ക്ലോസറ്റുകളൊന്നും തന്നെ ഭിത്തിയിൽ നിന്ന് അടന്നൊന്നും പോരില്ല. അങ്ങനെ തന്നെ അത് വൃത്തിയായി പിടിപ്പിക്കാനും ശ്രമിക്കുക. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.